ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല അസൽ രുചിയുള്ളൊരു ബീട്രൂട്ട് കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു കുക്കറിലേക്ക് വലിയ ഒരു സൈസിലുള്ള ഒരു ബീട്രൂട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ഗ്രേവിക്കൊക്കെ നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. വെള്ളം കൂടുതലായിട്ടൊന്നും ഒഴിക്കണ്ട, നമുക്ക് ഈ ഒരു പച്ചക്കറിയുടെയൊക്കെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം തീ ഓഫാക്കി അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് വേണം തുറന്നെടുക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്കൊരു കടായി ചൂടാവാനായിട്ട് വെക്കാം. നമുക്കിതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പം ഒരു വലിയ സൈസിലുള്ള സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, നമ്മളിതിന് മുളക് പൊടി വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഒരു 4-5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. കൂടെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളിയായിട്ടൊക്കെ ഒരു റോസ് സ്മെല്ല് മാറി നമ്മുടെ സവോളയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തക്കാളിയും ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനായിട്ട് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർക്കുന്ന നേരത്തെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കണം. ഒരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ആ പൊടികളുടെ ഒരു റോസ് സ്മെല്ല് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു അരപ്പ് എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒരു പകുതി നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, കൂടെ തന്നെ ഒരു 5-6 കാഷ്നട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പേസ്റ്റാണ് നമ്മളിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു ജാറൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ കൂട്ടി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. നമ്മളിതിൽ പച്ച തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ നാളികേരത്തിൻ്റെയൊക്കെ ഒരു റോസ് സ്മെല്ലൊക്കെ മാറി ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് അത് നല്ല ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവുണ്ടല്ലോ, ഈ ഒരു പരുവ എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെയാവും, കുറേ സമയം എടുക്കും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആ ഒരു മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മൊത്തത്തിലൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്, മൊത്തത്തിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുമ്പം ഇരുന്നൊന്ന് കുറുകി വരുന്നൊരു കറിയാണ്. നമ്മളിതിൽ നാളികേരവും കാഷ്നട്ടൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങും ഉണ്ട്. അപ്പം ഇരിക്കും തോറും ഒന്ന് കുറുകി വരുന്നൊരു കറിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു മൊത്തത്തിലൊന്ന് തിളച്ച് വരുന്നത് വരെ ഇത് നന്നായിട്ട് കൂട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ മസാലയൊക്കെ നമ്മുടെ ബീട്രൂട്ടിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതാ കാണുമ്പോൾ തന്നെ അറിയാം, ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ടാണ് ഇത് കുറുക്കിയെടുക്കേണ്ടത് കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയിലയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു 10-30 സെക്കൻഡും കൂടി ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. താളിക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളകും ഒരു 2 കറിവേപ്പിനെല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒരു നുള്ളി ഗരം മസാലപ്പൊടിയും കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉടനെ തന്നെ തീ ഓഫാക്കി നമ്മുടെ ഒരു കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
താളിപ്പ് ഒഴിച്ച ഉടനെ തന്നെ ഇളക്കി കൊടുക്കുന്നില്ല. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ കറിയിലേക്ക് ഇറങ്ങിയ ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇളക്കി സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ളൊരു കറിയാണ്, നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. താങ്ക് യു.